കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡുകളിൽ ശുചിമുറികളിൽ വെള്ളമില്ല. പ്രിൻസിപ്പൽ ഓഫീസിന് സമീപത്തെ പൈപ്പ് പൊട്ടിയതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിലാണ്. ഇന്നലെ വൈകിട്ട് മുതൽ ഇത്തരത്തിൽ ടാങ്കറിൽ വെള്ളം ഉച്ചയ്ക്ക് മുതൽ എടുക്കൽ തുടങ്ങിയത് ഞങ്ങള്. ഏത് വാർഡിലൊക്കെ പോയി നോക്കി, കേഷ്യാറ്റിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും ഇല്ല, ഒറ്റ വാർഡിലും ഇല്ല ഇവിടെ വെള്ളം. വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് മേലേക്ക് കാരണം 11ാം വാർഡ് മേലെയാണ്. ആളെ പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ കുളിക്കാനൊക്കെ പറ്റും. അതിനുള്ള ഞങ്ങൾ അവിടെ 10 രൂപ കൊടുത്ത് 20 രൂപ കൊടുത്തിട്ട് കുളി എല്ലാം അവിടെ പോയിട്ട് ചെയ്യുന്നത്. ഞാൻ ഹസ്ബൻഡിന് ഏതായാലും ഇറങ്ങി വരാൻ പറ്റും. ഇന്നലെയൊക്കെ രാവിലെ കുളിക്കാനൊക്കെ ഇവിടെ പറ്റിയിരുന്നു. രാവിലെയൊക്കെ പറ്റിയിരുന്നു. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, രോഗികൾ മാത്രമല്ല കൂട്ടിരിപ്പുകാരും ദുരിതത്തിലാണ്. ഇതിനെന്തെങ്കിലും പരിഹാരമായിട്ടുണ്ടോ? ഈ വാർഡുകളിൽ വെള്ളമില്ലാതായതോടെ രോഗികൾക്കൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരും ദുരിതത്തിലായിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടെയാണ് ഈ പ്രിൻസിപ്പൽ ഓഫീസിന് സമീപത്തെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് ഈ ശുചിമുറികളിലേക്കും മറ്റുമുള്ള വെള്ളം തകരാറിലായത്. പൈപ്പ് കണക്ഷൻ തകരാറിലായത്. ഇന്നലെ ഉച്ചയോടെ ഇവിടേക്ക് വെള്ളം ഇല്ലായിരുന്നു. പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അധികൃതർ. ഏതായാലും ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഈ പൈപ്പുകളിലും ഒന്നും വെള്ളമില്ലാതായതോടെ ഈ ബക്കറ്റിലും മറ്റും വെള്ളം ശേഖരിച്ച് മുകളിലെ നിലകളിലേക്കൊക്കെ ഈ രോഗികളുടെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ ഈ കൂട്ടിരിപ്പുകാർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഇന്നലെ വൈകിട്ട് മുതൽ വെള്ളമില്ല. പലരും ഈ 2ാമത്തെ നിലയിൽ നിന്ന് 3ാമത്തെ നിലയിൽ നിന്നൊക്കെ ബക്കറ്റിലും കുപ്പികളിലും ഒക്കെ വെള്ളം ശേഖരിച്ച് മുകളിലേക്ക് പോവുകയാണ്. ഒരു കൂട്ടിരിപ്പുകാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ചേട്ടാ, ഇന്നലെ മുതലാണ് വെള്ളം ഇല്ലാതായതല്ലേ? ഇന്നലെ 5 മണിക്ക് ശേഷമാണ് വെള്ളം ഇല്ലാണ്ടായിട്ടുള്ളത്. ഞാനൊരു രോഗിനായിട്ട് വന്നതാണ്. 5 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഇന്നലെ കുടിവെള്ളം ഇല്ലാതെ വളരെ അധികം കഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ രോഗിക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലെ കൂട്ടിരിപ്പുകാർ ഇല്ലാത്ത രോഗികളാണ് വളരെയധികം ബുദ്ധിമുട്ടുള്ളത്. ഇന്നലെ ബോട്ടിലായിട്ടും ബക്കറ്റിലായിട്ടും വെള്ളം നിറച്ച് പോയിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലൂടെ, സ്ത്രീകളടക്കമുള്ള ഒരു വരാന്തയിലൂടെ വെള്ളം തൂക്കി പിടിച്ച് കൊണ്ടുപോയിട്ട് വരാന്ത മൊത്തം വെള്ളം. അതിലൂടെയാണ് ഇത്രയും രോഗികളെ കൂട്ടിരിപ്പുകാരും ഈ രോഗികളും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി, ഇന്നലെ ഞാൻ വെള്ളമായിട്ട് പോകുമ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി എന്നോട് പാസ് ഇല്ലാണ്ട് അകത്ത് കയറാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സെക്യൂരിറ്റിനോട് ഒന്നേ പറയാൻ കഴിഞ്ഞത്, എന്നാൽ ഈ 11ാം വാർഡിലാണ് ഞാൻ ഉണ്ടായിരുന്നത്, ഈ രോഗി ഉള്ളത്, എൻ്റെ കൂടെയുള്ള രോഗി ഉള്ളത്. ഈ വെള്ളം സെക്യൂരിറ്റിനോട് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അതും അവർ കേട്ടിട്ടില്ല. സാധാരണക്കാരായ ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വെള്ളമില്ലാതെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് അടിക്കടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് പറയേണ്ടത്. കഴിഞ്ഞ മാസം 8-നും അതുപോലെ 9-നും ഇത്തരത്തിൽ പൈപ്പ് പൊട്ടിയും മറ്റുമൊക്കെ വലിയ രീതിയിൽ വെള്ളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഇതുപോലെ ടാങ്കറിൽ എത്തിച്ചാണ് വെള്ളം നൽകിയിരുന്നത്. ഇപ്പോൾ ഏതായാലും അധികൃതർ പറയുന്നത് ഈ പൈപ്പ് ശരിയാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇന്നലെ വൈകിട്ടോടെ പൈപ്പ് ശരിയാക്കി വെള്ളം എത്തിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് ശരിയാക്കിയില്ല. ഇപ്പോൾ ഏതായാലും പൈപ്പ് നന്നാക്കാനുള്ള പ്രവർത്തികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ ഏതായാലും പറയുന്നത്. ഇന്ന് വൈകിട്ടോടെ തന്നെ ഈ പൈപ്പ് പുനഃസ്ഥാപിച്ച വെള്ളം എത്തിക്കും, ശുചിമുറികളിലേക്ക് വെള്ളം എത്തിക്കും എന്നുകൂടി പറയുന്നുണ്ട്.